ഹായ് ഫ്രണ്ട്സ്, കൺസ്യൂമേഴ്സ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആധാർ കാർഡ് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. നമുക്ക് എന്തിനും ഏതിനും ഒരു മൊബൈൽ ഫോൺ നമ്പർ എടുക്കണമെങ്കിൽ പോലും ആധാർ ഇന്ന് അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ആധാർ കാർഡിലെ വിവരങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം എന്ന കാര്യം ഓർക്കുക. ആധാർ കാർഡ് സൗജന്യമായി പുതുക്കുവാനുള്ള സമയപരിധി ഡിസംബർ 14 ദീർഘിപ്പിച്ച് നൽകിയിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആധാർ കാർഡിലെ തിരിച്ചറിയൽ വിവരങ്ങൾ, വിലാസം തുടങ്ങിയവയെല്ലാം സൗജന്യമായി പുതുക്കുവാനുള്ള സമയപരിധി 2023 ഡിസംബർ 14 വരെയായിരുന്നു. എന്നാൽ UIDA അത് പുതുക്കി ആ തീയതി പുതുക്കി നൽകിയിരിക്കുന്നു. സൗജന്യമായി പുതുക്കണം എന്നുള്ള തീയതി 2024 മാർച്ച് 14 വരെ നീട്ടി നൽകിയിരിക്കുന്നു. ഇപ്പോൾ 3 മാസം കൂടിയാണ് കൂടുതൽ ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖയാണ് ആധാർ എന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. ഏതൊക്കെ ആവശ്യങ്ങൾക്കും ആധാർ നമ്പർ അത്യാവശ്യമാണ്. ഉദാഹരണത്തിന് ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കുവാനും സർക്കാർ സംരംഭങ്ങളിലെ പങ്കാളിത്തത്തിനും മൊബൈൽ ഫോൺ നമ്പർ എടുക്കുന്നതിനും എന്തിനും ഏതിനും ആധാർ നിർബന്ധമാണ്. പ്രധാന തിരിച്ചറിയൽ രേഖ ആയതുകൊണ്ട് തന്നെ ആധാറിലെ വിവരങ്ങൾ എപ്പോഴും കൃത്യമായിരിക്കണം. ആധാർ നമ്പറുള്ള എല്ലാ വ്യക്തികളും എൻറോൾമെൻറ്റ് തീയതി മുതൽ 10 വർഷത്തിലൊരിക്കൽ ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണമെന്ന് യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDA ശുപാർശ ചെയ്തിട്ടുണ്ട്. ആധാർ കാർഡ് ഉപഭോക്താക്കൾക്ക് ഡിസംബർ 14 വരെ സൗജന്യമായി പുതുക്കാൻ സമയം നൽകിയിരുന്നത് അതിന് തിരക്ക് വർദ്ധിച്ചത് കാരണം സർക്കാർ 2024 മാർച്ച് 14 വരെ സമയം നീട്ടി നൽകിയിരിക്കുന്നത്. ആധാർ രേഖകൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ അതിന് പ്രത്യേകം സർക്കാർ നിശ്ചയിച്ച ഫീസ് നൽകേണ്ടതുണ്ട്. നമുക്ക് സ്വന്തമായി എങ്ങനെ ആധാർ അപ്ഡേറ്റ് ചെയ്യാം എന്ന് നമുക്ക് പരിശോധിക്കാം. ആധാർ സ്വന്തമായി അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചില രേഖകൾ നമ്മൾ തയ്യാറാക്കി വയ്ക്കേണ്ടതുണ്ട്. സ്വന്തമായി മൊബൈലിലൂടെ ആധാർ പുതുക്കുന്നതിന് മുൻപ് ആധാർ പുതുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു OTP നിങ്ങളുടെ മൊബൈലിലേക്ക് വരും. അതുകൊണ്ട് മൊബൈൽ ആധാറിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. കൂടാതെ വിലാസം, ജനനത്തീയതി തുടങ്ങിയവ തെളിയിക്കുന്നതിനുള്ള രേഖകളുടെ സ്കാൻ ചെയ്ത കോപ്പിയും കയ്യിൽ കരുതിയിരിക്കണം. http://uidai.gov.in എന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് സൗജന്യമായി മൊബൈൽ ഫോണിലൂടെ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൽ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ഇതിലേക്ക് ലോഗിൻ ചെയ്ത്, അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ പുതിയതായി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്ഡേറ്റ് ഡെമോഗ്രാഫിക് ഡാറ്റ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ പരിശോധിക്കുക. ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ 12 അക്ക ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് ഒരു OTP ലഭിക്കും. ആ OTP എൻ്റർ ചെയ്ത് നൽകുക. നിങ്ങളുടെ പേര്, മേൽവിലാസം, ലിംഗം, മൊബൈൽ നമ്പർ, Gmail അഡ്രസ്സ് തുടങ്ങി എന്തിലാണോ നിങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടത് അത് തിരഞ്ഞെടുക്കുക. നിങ്ങൾ എന്ത് വിവരങ്ങളിലാണോ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. മേൽവിലാസമാണ് തിരുത്താൻ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ മേൽവിലാസം തെളിയിക്കുന്നതിനുള്ള എന്തെങ്കിലും രേഖകൾ കയ്യിൽ കരുതിയിരിക്കണം. ആ രേഖകൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. മേൽവിലാസം പുതുക്കുന്നതിനായി ഏറ്റവും പുതിയ ഫോൺ ബില്ലോ വൈദ്യുതി ബില്ലോ കയ്യിൽ കരുതുക. പുതിയ വിവരങ്ങളും അതിന് ആവശ്യമായ രേഖകളും സമർപ്പിച്ച ശേഷം സബ്മിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്കൊരു URN അപ്ഡേറ്റ് റിക്വസ്റ്റ് നമ്പർ ലഭിക്കും. നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചോ ഇല്ലയോ എന്ന് ഈ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ നൽകിയ വിവരങ്ങൾ പരിശോധിച്ച് അപേക്ഷയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നിങ്ങൾക്ക് ബന്ധപ്പെട്ട ഫോൺ നമ്പറിൽ സന്ദേശമായും ലഭിക്കും. ഇത്രയും പൂർത്തിയായി കഴിഞ്ഞാൽ
നിങ്ങൾക്ക് താമസിയാതെ തന്നെ പുതുക്കിയ ആധാർ കാർഡ് തപാലിൽ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇതുപോലുള്ള അറിവുകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ ഷെയർ ചെയ്ത് നൽകുക.